ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റാഗി ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഴിക്കട്ടയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ഇത് സ്റ്റീം ചെയ്താണ് ഉണ്ടാക്കുന്നത്. റാഗി നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മാർക്കറ്റിൽ 2 രൂപത്തിൽ കിട്ടും പാക്കറ്റിൽ. ഒന്ന് റാഗി ഫ്രഷായിട്ട്, മറ്റൊന്ന് പൗഡറായിട്ട്. ഫ്രഷായിട്ട് കിട്ടുമ്പോൾ നമ്മളത് നല്ലപോലെ കഴുകി ഉണക്കി മെഷീനിൽ പൊടിച്ചെടുക്കണം. പൗഡറായിട്ട് വാങ്ങുമ്പോൾ അത് ഓർഗാനിക് പൗഡർ, റാഗി പൗഡർ വാങ്ങാൻ ശ്രമിക്കാം. ഇത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റാഗി പൗഡർ, സോൾട്ട്, കുറച്ച് എണ്ണ, കോക്കനട്ട് ഓയിൽ 1 സ്പൂണ്, അത് പിന്നെ ശർക്കര പൊടി, ജീരകം, കോക്കനട്ട് പൗഡർ, ചുക്കുപൊടി. പ്രത്യേകിച്ച് പറഞ്ഞാൽ ചൂടുള്ള വെള്ളമാണത്. നല്ലോണം ചൂടായിട്ടുള്ള വെള്ളത്തിൽ ഇത് കുഴയ്ക്കണം, എന്നാലും അത് സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ ഹാർഡായിരിക്കും. പിന്നെ 1 സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഓർഗാനിക് റാഗി ഫ്ലോറാണ്. ഇതുപോലത്തെ പാക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. റാഗി ഫ്ലോർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിനല്ല, ശർക്കരയും നാളികേരമാണ് ഫില്ലിങ്, അപ്പോൾ ഉപ്പ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഒരു ടേസ്റ്റ് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഇത്രയും ഉപ്പ് മതി. ഇനി അടുത്ത് നമുക്ക് ഇത് തിളപ്പിച്ച വെള്ളമാണ്, അത് ഒഴിച്ചിട്ട് നമുക്കിത് കുഴയ്ക്കാം. കുറേശ്ശെ ഒഴിക്കണം വെള്ളം. നമുക്കത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാം. പിന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഫില്ലിങ് റെഡിയാക്കണമല്ലോ. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ഫുള്ള് കവർ ചെയ്ത് വയ്ക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കുക. സ്റ്റവ് ഓൺ ചെയ്യുക. ഇതിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയുണ്ട്, അധികം വേണ്ട. വെള്ളം നല്ല ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര ഇടാം. ശർക്കര ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. മധുരം നല്ലോണം കൂടുതൽ വേണ്ടവർക്ക് നല്ലോണം ഇടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. അഥവാ ശർക്കര ഇടാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാളികേരം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇടുകയാണ്. ഞാൻ 4 സ്പൂൺ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കോക്കനട്ട് ചേർക്കാം. ഇത് കോക്കനട്ട് പൗഡറാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, ഫ്രഷ് അല്ല. എന്നിട്ട് സ്റ്റവ് ഓഫ്. നന്നായി മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഇത്ര ജീരകം ചേർക്കണം. അര സ്പൂൺ ചുക്കുപൊടി ചേർക്കണം. അര സ്പൂൺ ഏലക്കാപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് റെഡിയാക്കാം. അധികം നേരം അടുപ്പത്ത് വയ്ക്കരുത്, അപ്പോൾ അതിങ്ങനെ അവിടെ വയ്ക്കും. നമുക്ക് ഇത് ഉരുട്ടിയിട്ട് ഈ ഫില്ലിങ് വയ്ക്കാം. ഈ ഫില്ലിങ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിട്ട് വേഗം ആ ചൂടുള്ള പാത്രത്തിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റണം. ആ ചൂടുള്ള പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ ശർക്കര വല്ലാതെ ഹാർഡാവും. പിന്നെ നമുക്കിത് വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. റാഗി പൗഡർ, കുറച്ച് ഉപ്പും 1 സ്പൂൺ ഓയിലും ചൂടുവെള്ളവും ഒഴിച്ച് കുഴച്ച് റെഡിയാക്കിയതാണിത്. ഇത് അതിൽ ഫില്ല് ചെയ്യാനുള്ള ശർക്കര ഉരുക്കിയത്, അതിൽ നാളികേരം ചേർത്തിട്ടുണ്ട്, ജീരകം, ചുക്ക്, ഏലക്ക, അതും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് ഫില്ല് ചെയ്യാം.
എടുത്തിട്ട് ഈ കൈനടിയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തും. ഈ ഫില്ലിങ് വയ്ക്കും. എന്നിട്ട് ഇതിനെ ആകെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുട്ടുക. ഇതുപോലെ ഉരുട്ടുക. ഒരു സ്റ്റീമർ അടുപ്പത്ത് വയ്ക്കുക. അതിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ സ്റ്റീമറിൽ നമുക്ക് ഈ കൊഴുക്കട്ട ഫില്ല് ചെയ്തത് വയ്ക്കാം. കൊഴുക്കട്ട ഫില്ല് ചെയ്ത് ഉരുട്ടിയതാണത്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ റാഗി കൊണ്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ 20 മിനിറ്റ് സ്റ്റീമറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ റാഗി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബോഡിക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. കാൽസ്യം കണ്ടൻറ്റ് നല്ലോണം ഉണ്ട്. നല്ലപോലെ ഫൈബർ ഉണ്ട്. റാഗി വെയിറ്റ് ലോസിന് നല്ലതാണ് കഴിക്കുകയാണെങ്കിൽ. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനും നന്നായി കഴിക്കാം. ആ സമയത്ത് അവർക്ക് ഈ ശർക്കര ചേർക്കണ്ട, വെറും നാളികേരം മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. പുഡിങ് ഉണ്ടാക്കാൻ പറ്റും, ദോശ, ഇഡ്ഡലി, പുട്ട്, ഈ കൊഴുക്കട്ട, അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും കഴിക്കണം. ഏത് പ്രായക്കാർക്കും കഴിക്കാം. 6 മാസമുള്ള കുട്ടികൾക്ക് വരെ ഇത് കുറുക്കി കൊടുക്കുന്നതാണ്. മടിക്കാതെ എല്ലാവരും കഴിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം. ഓക്കെ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.